നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈത്തിൽ പുതിയ മന്ത്രിസഭ നിലവിൽ വന്നു. സഭയിൽ 4 പേർ പുതുമുഖങ്ങൾ. സത്യപ്രതിജ്ഞ നാളെ. ദുബൈയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിക്കാൻ 7 പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ നീക്കം. 2 വർഷത്തിനകം പുതിയ നിയമങ്ങൾ നടപ്പിലാക്കും. ഈജിപ്തിൽ മുർസിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമവായ ചർച്ചയ്ക്കുള്ള നിർദ്ദേശം മുർസി അനുകൂലികൾ തള്ളി. വില്യം ബേൺസ് കെയ്റോയിലെത്തി ഇടക്കാല പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തല തുറന്നടിക്കുന്നു. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് ഉമ്മൻചാണ്ടിയുടെ തന്ത്രം. കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ ഘടകകക്ഷികൾ ഇടപെടേണ്ടെന്ന് ആര്യാടൻ മുഹമ്മദ്. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ലെന്ന് കെ എം മാണി. ഡൽഹി ചർച്ചകൾ പാളിയതിന് ലീഗല്ല ഉത്തരവാദിയെന്ന് ഇ ടി. ഇങ്ങനെ തുടരാനാകില്ലെന്ന് മുസ്ലിം ലീഗ്. ICC ഏകദിന റാങ്കിങ്ങിൽ രവീന്ദ്ര ജഡേജ ബൌളർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത്. ഒരു ഇന്ത്യൻ ബൌളർ ഈ സ്ഥാനത്തെത്തുന്നത് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം. ഏകദിന റാങ്കിങ്ങിൽ ഇന്ത്യ 1-ാം സ്ഥാനം നിലനിർത്തി. ഈജിപ്തിൽ മുഹമ്മദ് മുർസിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള സമവായ ചർച്ചയ്ക്കുള്ള നിർദ്ദേശം മുർസി അനുകൂലികൾ തള്ളി. നേരത്തെ സൈനിക മേധാവി അബ്ദുൽ ഫത്താഹ് അൽ അസീസിയെ ഒഴിവാക്കി സമവായ ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് മുർസി അനുകൂലികളുടെ മധ്യസ്ഥൻ അറിയിച്ചിരുന്നു. ഇതിനിടെ US വിദേശകാര്യ ഡെപ്യൂട്ടി സെക്രട്ടറി വില്യം ബേൺസ് കൈറോയിലെത്തി ഇടക്കാല പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തി. രാഷ്ട്രീയ പ്രതിസന്ധി പരിഹരിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം ബ്രദർഹുഡും സൈന്യവും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. മുഹമ്മദ് മുർസിയെ താഴെയിറക്കിയ നടപടിക്കെതിരെ ഇപ്പോഴും പ്രതിഷേധത്തിലുള്ള ബ്രദർഹുഡ് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സൈന്യത്തെ അറിയിച്ചിരുന്നത് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു. ജനാധിപത്യ സർക്കാരിനെ താഴെയിറക്കിയ നടപടിക്ക് പകരമായി സൈനിക ഭരണകൂടത്തിൽ നിന്നും CCയെ മാറ്റി നിർത്തണമെന്നായിരുന്നു ബ്രദർഹുഡ് ചർച്ചയ്ക്ക് മുന്നോടിയായി മുന്നോട്ട് വെച്ച പ്രധാന കാര്യം. എന്നാൽ CCയെ മാറ്റുന്ന കാര്യവും മുർസിയെ അധികാരത്തിൽ തിരിച്ചെടുക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ട കാര്യമോ ഒന്നും തന്നെ ചർച്ചയിൽ പരിഗണനാ വിഷയമായി കണക്കാക്കിയിരുന്നില്ല. ഇതാണ് മുർസി അനുകൂലികൾ സന്ധി സംഭാഷണത്തിൽ നിന്ന് പിന്മാറാൻ കാരണം. മുഹമ്മദ് മുർസിയെ അന്യായ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ച് അധികാരത്തിൽ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് നിരവധി പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. وكلها شرعية ازاي يتفاوضوا عن ويتنازلوا عن الشرعية يعني. ഈജിപ്തിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് വില്യം ബേൺസ് ഇപ്പോൾ കൈറോയിലെത്തിയിരിക്കുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ വൺ. കുവൈത്തിൽ 33ാമത് മന്ത്രിസഭ നിലവിൽ വന്നു. 16-അംഗ സഭയിൽ 4 പേർ പുതുമുഖങ്ങളാണ്. സത്യപ്രതിജ്ഞ നാളെ നടക്കും. ഇന്ന് കാലത്താണ് മന്ത്രിമാരുടെ പേരും വകുപ്പുകളും പ്രഖ്യാപിച്ചുകൊണ്ട് അമീരി ദീവാൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഷെയ്ഖ് മുബാറക് ജാബർ അൽ സബാഹിന്റെ നേതൃത്വത്തിൽ 16 അംഗങ്ങളാണ് പുതിയ മന്ത്രിസഭയിലുള്ളത്. രാജകുടുംബത്തിൽ നിന്ന് 7 പേരുള്ള പുതിയ ക്യാബിനറ്റിൽ 5 ഉപപ്രധാനമന്ത്രിമാരുണ്ട്. MP-മാരിൽ നിന്നുള്ള മന്ത്രിസ്ഥാനം 1-ാം മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഈസ അൽ ഖന്തരിക്ക് ലഭിച്ചു. 5 പേരൊഴികെ ബാക്കിയെല്ലാവരും കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നവരാണ്. കഴിഞ്ഞ മന്ത്രിസഭാ കാലയളവിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ദിക്ര അൽ റഷീദി പുതിയ ക്യാബിനറ്റിലും തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്യും. തിങ്കളാഴ്ച പുതിയ മന്ത്രിമാർ അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹിന് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യും. ചൊവ്വാഴ്ചയാണ് പുതിയ പാർലമെന്റിന്റെ ആദ്യ സമ്മേളനം. അറബ് നാടുകളിൽ പരിമിത ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന കുവൈത്തിൽ ഇക്കഴിഞ്ഞ 27-ന് നടന്ന തെരഞ്ഞെടുപ്പിൽ സർക്കാർ അനുകൂലികൾ ഭൂരിപക്ഷം നേടിയിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ ക്യാബിനറ്റ് നിലവിൽ വന്നിരിക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈത്ത്. ദുബൈയിൽ ഊഹത്തിലധിഷ്ഠിതമായ റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിക്കാൻ പുതിയ 7 നിയമങ്ങൾ കൂടി നടപ്പിലാക്കാൻ നീക്കം. വരുന്ന 2 വർഷത്തിനുള്ളിലാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുക. ദുബൈയിൽ നിന്നുള്ള പ്രത്യേക റിപ്പോർട്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ഇടപാടുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊന്നായ ദുബൈയിൽ ഊഹത്തിലധിഷ്ഠിതമായ റിയൽ എസ്റ്റേറ്റ് മേഖലയെ നിയന്ത്രിക്കുന്ന പുതിയ നിയമങ്ങൾക്കാണ് നീക്കം നടക്കുന്നത്. വിൽപ്പന കരാറിൽ ഊഹത്തിനുള്ള സാധ്യത തടയുന്നതിനും മാർക്കറ്റ് വില നിലനിർത്തുന്നതിനും ആവശ്യമായ ഉപാധികൾ ചേർക്കും. ദുബായ് എമിറേറ്റിലെ റിയൽ എസ്റ്റേറ്റ് വസ്തുക്കളുടെ പുനർവിൽപ്പന തടയുന്ന പുതിയ നിയന്ത്രണങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ടുവരും. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് വരുത്തുന്ന പുതിയ നിയമ ഭേദഗതിയിൽ തൈസീർ, തെൻമിയ തുടങ്ങി പദ്ധതികളാണ് പ്രധാനമായും നടപ്പിലാക്കുക. ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സാമ്പത്തിക സഹായം ഉറപ്പുവരുത്തുന്നതാണ് തൈസീർ പദ്ധതി. തൈസീറിൽ രജിസ്റ്റർ ചെയ്തതും ചുരുങ്ങിയത് 60% പണി പൂർത്തിയായതുമായ പദ്ധതിക്കാണ് തൈസീർ സാമ്പത്തിക സഹായം നൽകുക. നിരവധി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകർക്ക് സഹായകരമാവുന്ന പദ്ധതിയാണിത്. പ്രയാസമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികളെ പുനർരൂപീകരിക്കുവാൻ സഹായിക്കുന്ന പുതിയ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് തെൻമിയ. വരുന്ന 2 വർഷത്തിനുള്ളിൽ ഇതിന്റെ ഭാഗമായി പുതിയ 7 നിയമങ്ങൾ നടപ്പിലാക്കും. കഴിഞ്ഞ ലോക സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ദുബായ് കൈവരിച്ച സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിന്റെ ഭാഗം കൂടിയാണ് പുതിയ നീക്കം. മീഡിയ വൺ, ദുബായ്. പെരുന്നാൾ അവധി ദിവസങ്ങളിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 559 അധിക വിമാന സർവീസ് ലഭ്യമാക്കും. ഓഗസ്റ്റ് 6 മുതൽ 10 വരെ 1 ലക്ഷം യാത്രക്കാരെയാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്.
കുവൈത്തിലേക്കും ഇസ്തംബൂളിലേക്കുമാണ് കൂടുതൽ സർവീസുകൾ. അതേസമയം 85,000 യാത്രക്കാർ കുവൈത്തിൽ എത്തിച്ചേരുമെന്നും ഇതിനായി 505 വിമാന സർവീസുകളും ഒരുക്കിയിട്ടുണ്ടെന്നും എയർപോർട്ട് ഓപ്പറേഷൻ ഡയറക്ടർ ഇസ്ലാം അൽ സാമിലൈൻ വ്യക്തമാക്കി. UAE ആദ്യമായി ഐക്യരാഷ്ട്രസഭയിലേക്ക് വനിതാ പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു. ലാന നുസൈബ അധ്യക്ഷയായ വനിതാ സംഘം UAE വൈസ് പ്രസിഡന്റും ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് മുന്നിൽ സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു. വിദേശകാര്യ മന്ത്രാലയത്തിലെ നയരൂപീകരണ ആസൂത്രണ വിഭാഗം ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന ലാന നുസൈബ ഇനി ഐക്യരാഷ്ട്രസഭയിൽ UAEയുടെ സ്ത്രീ ശബ്ദമാകും. 2006 ഫെഡറൽ നാഷണൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിന്റെ മാധ്യമ വിഭാഗം ചുമതലക്കാരിയായാണ് ലാന ഔദ്യോഗിക രംഗത്തേക്കെത്തുന്നത്. പിന്നീട് നാഷണൽ കൗൺസിൽ മന്ത്രാലയത്തിന്റെ ഗവേഷണ വിഭാഗം മേധാവിയായി. തുടർന്ന് വിദേശകാര്യ സഹമന്ത്രി, മനുഷ്യക്കടത്ത് വിരുദ്ധ ദേശീയ സമിതിയുടെ അധ്യക്ഷ തുടങ്ങി നിരവധി ചുമതലകൾ വഹിച്ചു. ഭീകരവാദത്തെ നേരിടാനും ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താനും ലാന നടത്തിയ ഗവേഷണങ്ങളും നിർദ്ദേശങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. വിവിധ രാജ്യങ്ങളിലേക്കുള്ള UAE അംബാസഡർമാരും നയതന്ത്ര പ്രതിനിധികളും ലാനയോടൊപ്പം സത്യപ്രതിജ്ഞയെടുത്തു. ഭരണതലത്തിലെ സുപ്രധാന സ്ഥാനങ്ങളിൽ കൂടുതൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ലാനയുടെ UN നിയോഗം. UAE മന്ത്രിസഭയിൽ നിലവിൽ 4 വനിതാ മന്ത്രിമാരുണ്ട്. 40 വനിതാ അംഗങ്ങളുള്ള ഫെഡറൽ നാഷണൽ കൗൺസിലിൽ സ്ത്രീ പ്രാതിനിധ്യം 18% വരും. മീഡിയ 1, ദുബായ്. ഇറാൻ പ്രസിഡന്റായി ഹസൻ റുഹാനി സത്യപ്രതിജ്ഞ ചെയ്തു. റുഹാനിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ലോക നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. അഫ്ഗാൻ പ്രസിഡന്റ് ഹാമിദ് കർസായി, പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, മുൻ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദ്, ഇറാൻ മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റഫ്സഞ്ചാനി തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖർ. പുതുതായി ചുമതലയേറ്റ ഇറാൻ പ്രസിഡന്റിന് ഇവർ ആശംസയർപ്പിച്ചു. ഊർജ്ജോപയോഗം കുറയ്ക്കാൻ കൂടുതൽ ക്രിയാത്മകമായ പരിപാടികൾ സ്വീകരിക്കുമെന്ന് ഖത്തർ ജനറൽ ഇലക്ട്രിക്കൽ ആൻഡ് വാട്ടർ കോർപ്പറേഷൻ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി വൈദ്യുതി കൂടുതൽ വേണ്ടിവരുന്ന എയർ കണ്ടീഷണറുകളുടെ ഇറക്കുമതി നിരോധിക്കും. ഊർജ്ജത്തിന്റെ അമിതോപയോഗം തടയുക എന്ന ഉദ്ദേശത്തിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുടെ രക്ഷാധികാരത്തിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. UAEയിലെ പെട്രോൾ പമ്പുകളിൽ ക്രെഡിറ്റ് കാർഡ് വഴി പണമടയ്ക്കുന്ന സംവിധാനം ആരംഭിച്ചു. ഇമാറാത്ത്, ഇനോക്, എപ്കോ തുടങ്ങിയ പമ്പുകളിലാണ് സംവിധാനം നിലവിൽ വന്നത്. ഇതിനായി 2 ദിർഹം അധിക ചാർജ് നൽകേണ്ടി വരും. ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ അനുമതി പ്രകാരമാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്. UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ചാറ്റൽ മഴ. ഇതോടെ അത്യുഷ്ണത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഏറെ ആശ്വാസം ലഭിച്ചു. ദുബൈക്ക് പുറമെ ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലും ചാറ്റൽ മഴ ലഭിച്ചു. കാലാവസ്ഥാ വ്യതിയാനം അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വിവിധ രാജ്യങ്ങളിലെ 21 എംബസികളും കോൺസുലേറ്റുകളും അടക്കം അമേരിക്ക താൽക്കാലികമായി അടച്ചു. ഭീകരാക്രമണം ഉണ്ടാകുമെന്ന അൽഖ്വായിദയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇന്റർപോളാണ് ഭീകരാക്രമണ മുന്നറിയിപ്പ് നൽകിയത്. ഈ മാസത്തിൽ അൽഖ്വായിദ ആക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് അറിയിപ്പിനെ തുടർന്നാണ് അമേരിക്ക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിലെ 21 അമേരിക്കൻ എംബസികളാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അടച്ചത്. പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വൈറ്റ് ഹൌസിലെ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി, ആഭ്യന്തര സെക്രട്ടറി ചക്ക് ഹെഗൽ, രാജ്യസുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റൈസ് എന്നിവർ യോഗം ചേർന്നു. ഇന്നലെ അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെ നടന്ന ചാവേർ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. റമദാൻ വിശേഷങ്ങൾ. Samawa Ramadan Special News brought to you by Samawa. Define fresh and long-lasting fragrance from Samawa. Samawa reaches everywhere. ദുബായ് വേൾഡ് സെന്ററിൽ റമദാൻ നൈറ്റ് മാർക്കറ്റിന് തുടക്കമായി. ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ അബ്ദുറഹ്മാൻ സെയ്ഫ് അൽ ഗുറൈർ ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഓഗസ്റ്റ് 1 മുതൽ 10 വരെയാണ് സൗജന്യ പ്രവേശനത്തോടുകൂടി റമദാൻ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. റമദാൻ മാസത്തിൽ രാത്രി 8 മണി മുതൽ 2 മണി വരെയും പെരുന്നാൾ ദിവസം വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെയുമാണ് മാർക്കറ്റ് പ്രവർത്തിക്കുക. അറേബ്യൻ സൂക്ക്, ഫാഷൻ പവലിയൻ, ഫുഡ് പവലിയൻ എന്നിവയാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണമെന്ന് സംഘാടകരായ സുമൻസ എക്സിബിഷേഴ്സ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുട്ടികൾക്ക് ഉല്ലസിക്കാൻ നിരവധി കളികളും സംഘാടകർ ഒരുക്കിയിരിക്കുന്നു. സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടാനായി മൈലാഞ്ചി ഡിസൈനിംഗ് വിദഗ്ധരുടെ സാന്നിധ്യം റമദാൻ മാർക്കറ്റിൽ പ്രത്യേകം ശ്രദ്ധേയമായി. വ്യത്യസ്തതരം തുണിത്തരങ്ങളും മേക്കപ്പ് സെറ്റുകളും ആഭരണങ്ങളുമെല്ലാം വളരെ ചെറിയ വിലയിൽ വാങ്ങാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് സംഘാടകർ അറിയിച്ചു. ഇതുകൂടാതെ അറബികളുടെ ഇഷ്ടപാനീയമായ കഹ്വ കുടിക്കാനും മറ്റുമായി പ്രത്യേക മജ്ലിസുകളും സംവിധാനിച്ചിരിക്കുന്നു. ആദ്യ ദിവസം തന്നെ വലിയ തിരക്കായിരുന്നു ദുബായ് വേൾഡ് സെന്ററിലെ കൺവെൻഷൻ സെന്ററിൽ നൈറ്റ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അനുഭവപ്പെട്ടത്. റമീസ് ചാത്തേറ, മീഡിയ 1, ദുബായ്.
വ്രതമാസം പരിസമാപ്തിയിലേക്ക് അടുത്തതോടെ പ്രവാസ ലോകവും പാതിരാ നമസ്കാരങ്ങളുടെ തിരക്കിലാണ്. കുവൈത്തിലെ മിക്ക പള്ളികളിലും രാത്രി നമസ്കാരത്തിന് നിരവധി പേരാണ് എത്തുന്നത്. കുവൈത്തിലെ മിക്ക പള്ളികളിലും പാതിരാ നേരങ്ങൾ വിശ്വാസികളെ കൊണ്ട് നിറയുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ആരാധനാലയമായ മസ്ജിദുൽ കബീറിൽ പതിനായിരങ്ങളാണ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ ഒത്തുകൂടുന്നത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം റമദാൻ 1 വലിയ പള്ളി ആരാധനക്കായി തുറന്നുകൊടുത്തത്. അറബ് ലോകത്തെ പ്രശസ്തരായ ഖാരിയുകൾ രാത്രി നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് മസ്ജിദുൽ കബീറിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നത്. മിഷാരി അൽ അഫാസി, ഫഹദ് അൽ കന്ദരി, ഖാലിദ് അൽ ജുഹൈം തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിലായി നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നു. ലൈലത്തുൽ ഖദറിന് വിശ്വാസികൾ ഏറെ സാധ്യത കൽപ്പിക്കുന്ന 27-ാം രാവിൽ 15,000 പേർ ഗ്രാൻഡ് മോസ്കിൽ പ്രാർത്ഥനയ്ക്കെത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വിശ്വാസികളുടെ തിരക്ക് പരിഗണിച്ച് എല്ലാവിധ മുൻകരുതലുകളും എടുത്തതായി ഔക്കാഫ് മന്ത്രാലയം മീഡിയ വിഭാഗം മേധാവി അഹമ്മദ് അൽ ഖറാവി പറഞ്ഞു. പള്ളിയിലെത്തുന്നവർക്ക് സേവനം ചെയ്യാൻ റെഡ് ക്രസന്റ് വളണ്ടിയർമാർ സജീവമായി രംഗത്തുണ്ട്. സിവിൽ ഡിഫൻസ്, ആരോഗ്യ, ആഭ്യന്തര മന്ത്രാലയങ്ങൾ, മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവരും സേവന സന്നദ്ധരായി മുൻനിരയിൽ തന്നെയുണ്ട്. മീഡിയ 1 കുവൈത്ത്. ഈദ് പ്രമാണിച്ച് ഖത്തറിൽ ആഗസ്റ്റ് 6 മുതൽ 15 വരെ പൊതുസ്ഥാപനങ്ങൾക്കും മന്ത്രിമന്ദിരങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ഖത്തർ സെൻട്രൽ ബാങ്ക്, QFMA എന്നീ ധനകാര്യ സ്ഥാപനങ്ങൾ 3 ദിവസം അവധിയിലായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ശവ്വാൽ മാസപ്പിറവി സംബന്ധിച്ച് വിലയിരുത്തൽ നടത്താൻ ചന്ദ്രമാസ നിർണയ സമിതി ബുധനാഴ്ച യോഗം ചേരും. UAE നീതിന്യായ മന്ത്രി ഡോക്ടർ ഹാദിഫ് ബിൻ സജുവാൻ അദ്ദാരിയുടെ നിർദ്ദേശപ്രകാരമാണ് യോഗം നടക്കുക. റമദാൻ അവസാനിക്കാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാൾ വിപണി സജീവമായി. ആഘോഷം കൊഴുപ്പിക്കാൻ വസ്ത്രവൈവിധ്യം തേടിയെത്തുന്നവരുടെ തിരക്കാണ് നഗരങ്ങളിൽ. ആവശ്യക്കാരെ തൃപ്തിപ്പെടുത്താൻ വഴിയോര കച്ചവടക്കാരും പുതിയ താൽക്കാലിക കടകളും തുറന്നിട്ടുണ്ട്. റമദാൻ അവസാന ദിനങ്ങളിലേക്ക് എത്തുന്നതോടെ സാധാരണ പെരുന്നാൾ വിപണി സജീവമാകാറുണ്ട്. ഇത്തവണ ഇടതടവില്ലാത്ത മഴ കാരണം തിരക്ക് അല്പം വൈകി. സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ ഷോപ്പിങ്ങിനെത്തുന്നത്. ജനങ്ങളെ ആകർഷിക്കാൻ പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുമുണ്ട്. കോട്ടൺ ഷർട്ടിംഗ്, ലിനൻ ഷർട്ടിംഗ് ഒരു 300 തൊട്ട് ഒരു 700 വരെയാണ് ഷർട്ടിങ്ങിൻ്റെ റേഞ്ച് വരുന്നത്. ചുരിദാർ മെറ്റീരിയൽ അതിലും അധികം കോട്ടൺ ആണ് പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് അനാർക്കലി, സ്റ്റിച്ച്ഡ് റെഡിമെയ്ഡ് അതാണ് പോകുന്നത്. സ്ഥിരം കച്ചവടക്കാരെ വെല്ലുന്ന വഴിയോര കച്ചവടക്കാരും സജീവമാണ്. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സാധനങ്ങൾ ലഭിക്കുമെന്നതാണ് ഇവയുടെ ആകർഷണം. വളരെ വില കുറവാണ്. ഷോപ്പിലുള്ള അതേ സാധനങ്ങളാണ് ഫുട്പാത്തിൽ നിന്ന് കിട്ടുന്നത്. അതായത് ഷോപ്പിലേക്ക് പിന്നെ വാടകയും ഒരുപാട് പൈസ കറണ്ട് ചിലവുള്ളത് കൊണ്ട് ഫുട്പാത്തിൽ അതില്ല. അതുകൊണ്ടാണ് ഫുട്പാത്തിൽ വളരെ വില കുറച്ച് കിട്ടുന്നത്. പോരാത്തതിന് ഷോപ്പിൽ അപേക്ഷിച്ച് ചെറിയൊരു ഷോപ്പാണെങ്കിലും വളരെ വില കുറച്ചാണ് ഞങ്ങൾ കൊടുക്കാറുള്ളത്. സാധാരണ ഷോപ്പുകളിൽ 800, 900, 1000 ബില്ലിടുമ്പോൾ ഇവിടെ ഷോപ്പിൽ 200 രൂപ മാത്രം ബില്ലിടാറുള്ളൂ. അപേക്ഷിച്ച് ഞങ്ങൾ തിരുവച്ചവടക്കാർക്ക് വലിയൊരു നേട്ടമാണ് ഈ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത്. മാല, ചെരുപ്പ്, ഫാൻസി ഇനങ്ങൾക്കും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു. ദിവസേന 300 മുതൽ 600 വരെ മൈലാഞ്ചി ട്യൂബുകളാണ് ഓരോ കടയിലും ചെലവാകുന്നത്. എന്നാൽ പെരുന്നാൾ അടുത്തതോടെ അവശ്യ സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്. 1 കിലോ അയലയ്ക്ക് 180 രൂപ. ഇടക്കാലത്ത് വില കുറഞ്ഞ് 140-ലെത്തിയ 1 കിലോ കോഴിയിറച്ചിക്ക് വീണ്ടും 180 രൂപ എത്തി. മീഡിയ 1 കോഴിക്കോട്. ഇനി നാളത്തെ സുബ്ഹി സമയം. Samawa Ramadan Special News brought to you by Samawa. Define fresh and long-lasting fragrance from Samawa. Samawa reaches everywhere. ഇനി ഇന്നത്തെ കറൻസി നിലവാരം നോക്കാം. സൗദി റിയാൽ 16.29, UAE ദിർഹം 16.63, ബഹ്റൈൻ ദിനാർ 162.07, ഖത്തർ റിയാൽ 16.78, കുവൈറ്റ് ദിനാർ 214.41, ഒമാൻ റിയാൽ 158.71.